viewers, welcome back to our family. വെൽക്കം ബാക്ക്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഡിസംബർ 1, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ വന്നിട്ട് കറക്റ്റ് ഓണം വന്നായി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബറിലാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് താങ്ക്സ് ഒരുപാട് പേരോട് പറയാനുണ്ട് കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ പ്രൈവറ്റ് ആക്കി വെക്കാറുണ്ട് കേട്ടോ. കുറേ പേര് അതെന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർക്ക് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ ചാനൽ ബ്ലോക്കാക്കി വെച്ചേക്കാണ്. അവരെ ബ്ലോക്കാക്കി, അതുകൊണ്ടിട്ട് അവർക്ക് വീഡിയോസ് കിട്ടുന്നില്ലെന്നാണ് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. സംഭവം ഞാൻ ബ്ലോക്കാക്കിയല്ല, ഞാൻ എൻ്റെ ചാനൽ ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കുമായിരുന്നു കേട്ടോ. കാര്യം ഞാൻ ഓൾറെഡി ഞാൻ ഒരിക്കലല്ല, എനിക്ക് തോന്നുന്നു ഞാൻ 2024 ഒരു ഒക്ടോബർ നവംബർ ആ ഒരു ടൈം തൊട്ടിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയാനുള്ള കാര്യമാണ് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള കാര്യം. സംഭവം നമ്മൾ എന്തെങ്കിലും ഒരു ദൂർത്തടിക്കോ കാര്യങ്ങളൊന്നും ചെയ്തതല്ല. ഒരു ചേച്ചിയുടെ കയ്യിൽ ക്യാഷ് പലിശയ്ക്ക് കൊടുത്താണ്. ബട്ട് ആ ചേച്ചീനെ ആരെങ്കിലും പറ്റിച്ചാണോ എനിക്ക് സത്യത്തിൽ ഇപ്പോഴും അറിയത്തില്ല. അവരെ ആരെങ്കിലും പറ്റിച്ചാണോ അതോ അവരെന്നെ പറ്റിച്ചാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുവിധമൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അത് പിന്നെ വേറൊരു പ്രശ്നത്തിലേക്ക് പോയത്. പക്ഷേ എങ്കിലും ഈ വഴിയെ പോണ വയ്യാവേലി എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിൽ തന്നെ എൻ്റെ പെടലിക്ക് തന്നെ വന്നു വീഴും. നമ്മൾ ഇതോട് കൂടിയിട്ട് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയ കാര്യം ചെയ്യും, നമ്മൾ അങ്ങനെ സത്യസന്ധ ആവേണ്ട കാര്യം. ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ പൈസയുടെ പ്രശ്നം വന്നപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഞാൻ ആകെ 2 പേരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 2 പേരും എൻ്റെ പൈസയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൈസ പോയാലും കുഴപ്പമില്ല, ഈ വാങ്ങിക്കൊടുത്തവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ട് ഞാനത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റെടുത്തത് ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു. ഞാൻ വാങ്ങിയ പൈസ എല്ലാം കൊടുത്തു തീർന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് വേറൊരു പ്രശ്നം വന്നപ്പം ഈ പൈസയുടെ പ്രശ്നം കറങ്ങി തിരിഞ്ഞ് പിന്നെ എൻ്റെ തലയിൽ തന്നെ വന്നു. അത് സ്വാഭാവികമാണല്ലോ. ഈ വഴിയെ പോണ വയ്യാവേലിയും തോട്ടി വെച്ച് തോളയിലോട്ട് പിടിച്ച് വെക്കും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇച്ചിരി സന്തോഷിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഒരു നവംബർ ഒരു പകുതി വരെ ഞാൻ ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡൗണായിരുന്നു, ഭയങ്കര മെൻ്റൽ പ്രഷറിലായിരുന്നു. ഇതേ കണ്ടോ, ഞാൻ നല്ല വണ്ണം കുറഞ്ഞു, ഞാൻ ഭയങ്കര ഗുണ്ടായിട്ടിരുന്നതാണ്. എനിക്ക് 64 കിലോ ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ഒരു 1.5 ആഴ്ച കൊണ്ടിട്ട് ഞാനത് 58ലേക്ക് എത്തിച്ചല്ല കേട്ടോ, തന്നെ എത്തിയാണ്. ഫുഡ് കഴിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല, ഉറക്കമില്ല, ടെൻഷൻ സ്വന്തമായിട്ട് കുറഞ്ഞാണ്. പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു കേട്ടോ. ഒരു നവംബർ പകുതിയോട് കൂടിയിട്ട് നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി വന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടിട്ടല്ല. ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഇത്രത്തോളം സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ അന്നേരമാണ് അറിയുന്നത് കേട്ടോ. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവരില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പോകുമായിരുന്നു. ഒരു മെൻ്റൽ സപ്പോർട്ട് എൻ്റെ ഫാമിലി ആയിരുന്നു കേട്ടോ. ഞാനും ഗോകുലം മക്കളോടങ്ങുന്ന ഫാമിലിയല്ല. അമ്മയ്ക്ക് 3 സഹോദരിമാരാണ്, 2 ചേച്ചിമാരും 1 അനിയത്തി, അവരുടെ മക്കളും അടങ്ങുന്ന അതാണ് ഞാൻ പറഞ്ഞ ഫാമിലി. അവർ ഭയങ്കര സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ. അതുപോലെ തന്നെ ചേച്ചിയുടെ നാത്തൂന് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഗോകുലിൻ്റെ ഫാമിലി അധികം പ്രശ്നങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോകുലിൻ്റെ ഫാമിലി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് ഭയങ്കര സന്തോഷമുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഷെയർ ചെയ്യും. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോകുലിൻ്റെ ഫാമിലിയിലുള്ള പ്രശ്നം ഞാനത് എൻ്റെ ഫാമിലിയിലേക്ക് അറിയിക്കില്ല, എൻ്റെ ഫാമിലിയിലുള്ള പ്രശ്നം ഗോകുലിൻ്റെ ഫാമിലിയിലേക്ക് അറിയിക്കില്ല. അതുകൊണ്ടിട്ട് തന്നെ ഈ ഫാമിലികൾ തമ്മിൽ അത്യാവശ്യം നല്ലൊരു ബോണ്ടിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഗോകുലിൻ്റെ അമ്മയ്ക്ക് വെച്ചാൽ ഭയങ്കര പാവമാണ്.
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ ആകെ തളർന്നു പോകും, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടിട്ട് ഞാൻ ഗോഗു അങ്ങനെ അമ്മേൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോഗു വിളിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാനായിട്ട് വരുത്തി വെച്ച വള്ളിയിൽ ഗോകുലാണ് സത്യം പറഞ്ഞാൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരോട് ഞാൻ കണക്ക് എനിക്ക് ഇഷ്ടം പോലെ കേട്ടോ, ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമൊക്കെ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് അല്ല, ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പുല്ലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചാലോ എന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഞാനായിരുന്നു. കാര്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കൂടുതലും എനിക്ക് ആ ഒരു മെൻ്റൽ പ്രഷർ ഉണ്ടായിരുന്നത്. നമുക്കൊരു പ്രശ്നമായ ടൈമിലായാലും ഇതിനകത്തുള്ള ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ എടുത്തിട്ടായിരുന്നു ഈ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവന്മാർ വിളിച്ചു പോകിയത്. ഇതും അതേ കണക്ക് തന്നെയാണ്. ഇവർ കുറച്ച് ചാനൽസിനെയൊക്കെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഒരു ഓൺലൈൻ ചാനലിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്തു. എനിക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ലൊരു ചാനലിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് കുറച്ച് ആൾക്കാർ വന്നു, നിങ്ങളുടെ പേരിൽ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാര്യം പറഞ്ഞു എന്താണ് എന്നുള്ള കാര്യങ്ങൾ വിത്ത് എവിഡൻസ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഈ ചാനലുകാർ എങ്ങനെ നമ്മൾ നാണം കെടുത്താൻ വേണ്ടിയിട്ടില്ല അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് അവർ ആദ്യമേ കൊണ്ടുപോകുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ കിടക്കുന്ന എൻ്റെ വീഡിയോസും എൻ്റെ ഫോട്ടോസും ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടിട്ടാണ് ഞാനത് പ്രൈവറ്റ് ആക്കിയിട്ടത്. എന്തിനാ വെറുതെ നമ്മളായിട്ടൊരു കാര്യം കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഓക്കെയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ നവംബർ ഒരു പകുതിയോട് കൂടിയിട്ട് ഞാനൊരു 18 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമായിട്ട് എൻ്റെ മെമ്മറി പവർ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു 2007 നടന്നിട്ടുള്ള കാര്യമൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഞാൻ ഓർത്തു വെച്ചു. എനിക്ക് ഇത്രത്തോളം മെമ്മറി പവർ ഉണ്ടെന്നുള്ള കാര്യം ആ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് ഈ ദൈവം തരുന്നൊരു കച്ചിത്തുമ്പ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ദൈവമുണ്ട്. ദൈവം ഇല്ല എന്ന് പറയുന്നതൊക്കെ വെറുതെ ആണോ? ദൈവമുണ്ട് എൻ്റെ കൂടെ എല്ലാത്തിനും. എനിക്ക് മെൻ്റലി ഏറ്റവും കൂടുതൽ ഞാൻ വീക്കായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ദൈവത്തിലാണ്. സോ ദൈവം എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് ഞാൻ ചിന്തിച്ചു. ഓഫ്കോഴ്സ് എനിക്കൊരു വഴി ദൈവം കാണിച്ചു തന്നു. പിന്നെന്താ പറയുക, ഞാൻ അധികം അതേപ്പറ്റി കയറി ചിന്തിച്ച് പോയെങ്കിൽ പറയാൻ വയ്യ, എനിക്ക് പറയാൻ താല്പര്യമില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇതിനൊക്കെ കുറച്ച് ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ഇതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പം അവർ പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിനക്കിപ്പം ചാനൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ ഓപ്പൺ ചെയ്യുമെന്നുണ്ട്. ഞാൻ ഭയങ്കര നീ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നീ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ ചിന്തിച്ചു, ഒരു December 1st ആവട്ടെ, ഞാൻ ആ ഒരു വീക്ക് മൊത്തത്തിൽ ഞാൻ മെൻ്റലി കുറച്ച് പ്രിപ്പേർഡ് ആവട്ടെ. ഇപ്പം ഞാൻ പ്രിപ്പേർഡ് ആണെന്ന് ചോദിച്ചാൽ ഒരു പകുതിയോളം എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്, ഞാൻ തയ്യാറാണ്. സത്യം ഇതിന് മുന്നേ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിൽ നിന്നും ഒളിച്ചു കൊള്ളണം, ഞാൻ ഇല്ലാതാവുക എന്ന് ചിന്തിച്ചൊരു ടൈം വരെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ ഒരു മാസം. ബട്ട് ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണോ എന്ന് വെച്ചാൽ ഓക്കെ അല്ല, ബട്ട് ഒരു പരിധി വരെ ഞാൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ആർക്കൊക്കെയോ വേണ്ടി. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ, ഇവിടം വരെ വെറുതെ വളവളാ സംസാരിച്ചു. പിന്നെ ഞാൻ ഇത്രയും പറയണമെന്ന് തോന്നി, കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 month വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എന്തുകൊണ്ടിട്ടാണെന്ന് പലരും ചോദിച്ചു. ഒരുപാട് മെസ്സേജ്, എനിക്ക് പലരുടെയും മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഡെയിലി ഒരു 10-20 മെസ്സേജ് ഉണ്ടാവാറുണ്ട്. ഇത്രയും പേര് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരെയും മെസ്സേജ് കാണുന്നുണ്ടായിരുന്നു, പക്ഷേ മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റിയൊരു മൈൻഡ് ആയിരുന്നില്ല. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുട്ടി എനിക്ക് മെസ്സേജ് സ്ഥിരമായിട്ട് അയക്കുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ വീഡിയോ ഞാൻ പ്രഗ്നൻ്റ് ആയ ആ ഒരു ടൈം തൊട്ടിട്ട് കാണുന്നുണ്ട്, ഇപ്പോൾ വീഡിയോസ് കാണുന്നില്ല, യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തോ സന്തോഷം. പിന്നെ ഞാനിപ്പോഴും ഓക്കെ അല്ല, ബട്ട് ഞാൻ ഓക്കെയാണ്. ആ ഒരു കണ്ടീഷനാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ് മെയിനായിട്ട് പറഞ്ഞത്, നീ ഒരു 6 മാസം വരെ നീ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഫാമിലിയിൽ വന്നൊരു പ്രശ്നമാണ് എങ്കിൽ കൂടിയിട്ടും എന്നെക്കാളും കൂടുതൽ ചിലപ്പോൾ അവളെ അഫക്റ്റ് ചെയ്യും. കാര്യം അവൾക്ക് ഇപ്പം 25 കഴിഞ്ഞിട്ടുണ്ട്, അവളുടെ കല്യാണത്തിൻ്റെ ടൈം കാര്യങ്ങളൊക്കെയാണ്. എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അവളെ തന്നെയായിരിക്കും. സോ ഞാനൊരു ബ്രേക്ക് വേണമെന്ന് ചിന്തിച്ചത് അതുകൊണ്ടിട്ടൊക്കെ തന്നെയാണ്. ഞാൻ കാരണം ആർക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ. പോട്ടെ.
പക്ഷേ ഞാൻ ഞാൻ ഈ ഒരു 4-5 വർഷത്തോളം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിന്ന് എൻ്റെ ഒരു മൈൻഡ് റിലീഫ് ആവുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതിലൂടെ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെയൊക്കെയാണ് ഞാൻ റിലീഫ് ആയിക്കൊണ്ടിരുന്നത്. എനിക്ക് എത്ര പറ്റത്തില്ല എന്ന് വന്ന അവസ്ഥയിൽ ഞാൻ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. അതാണ് ഞാൻ. സോ അത് തന്നെയായിരിക്കും എനിക്ക് ഏറ്റവും പറ്റില്ല. എനിക്കിതുകൊണ്ടിട്ട് എന്തെങ്കിലും വരുമാനം ഞാൻ പറയാറുണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഇൻകമോ കാര്യങ്ങളൊന്നും കിട്ടാറില്ല. ബട്ട് ഇതെൻ്റെ ഒരു സന്തോഷമാണ്, എൻ്റെ ഒരു മൈൻഡ് റിലീഫാണ്, എൻ്റെ ഒരു പാഷനാണെന്ന് തന്നെ പറയാം. നമ്മൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ ഞാൻ പോകുന്നതിന് എന്നെ ഒരു പരിധി വരെ നോക്കിയത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി ആക്റ്റീവായിട്ട് എനിക്കിഷ്ടമുള്ള കാര്യം വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരുന്നു. ഈ ഒരു മാസത്തോളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്തിരിക്കുന്നത് എൻ്റെ കോലം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുമല്ലോ അല്ലല്ലേ. ഇത്രത്തോളം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് സത്യം പറഞ്ഞാൽ ഒരു 10-15 ദിവസത്തോളം ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വെയിറ്റ് തീരെ കുറഞ്ഞില്ല, 64.500 ഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനത് 58.5 ഗ്രാമായി. പിന്നെ ഒരുപാട് നന്ദി പറയാനുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോവാം. ഇപ്പം ഞാൻ ചെല്ലട്ടെ, നമ്മുടെ പുത്രന്മാർ 2 ആളും നല്ല ഉറക്കമാണ്. ഞാൻ നോയമ്പെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ദൈവത്തിൽ ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. മനുഷ്യർ തരുന്നതിനേക്കാളും കൂടുതൽ നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു കേട്ടോ. ദൈവമാണ് പലതും എൻ്റെ മുമ്പിലേക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ടിട്ട് ഞാനൊരു പരിധി വരെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പരിധി വരെ, ഫുള്ളായിട്ടല്ല. പല കാര്യങ്ങൾ കാണിച്ചു തരാറുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസിലായിട്ട് കാണിക്കാം കേട്ടോ. പിന്നെന്താ പറയാൻ, നൊയമ്പാണ്. എനിക്കറിയത്തില്ല ഈ ക്രിസ്ത്യൻസിൻ്റെ നോയമ്പെടുക്കുന്ന രീതിയൊന്നും എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് നോയമ്പെടുക്കുന്നത്. 25 നോയമ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഞാൻ ഇപ്പോൾ 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം 27, 28, 29, 30, 31 ഇപ്പം 5ാമത്തെ ദിവസമാണ്. ഇനി 20 ദിവസം കൂടെ ഉണ്ട്. ഞാൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പഠിക്കും, അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കില്ല. വേറൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നേരമെങ്കിലും നോൺ വെജ് കഴിക്കാറുള്ള ഒരാളാണ്. ബട്ട് ഇപ്പം എനിക്ക് തീരെ കഴിക്കണമെന്ന് തോന്നാറേ ഇല്ല. വീട്ടിലിപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. പിള്ളേർ നല്ല ഉറക്കമാണ്. ഇപ്പോൾ 8 മണി 7:55 ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ ഇപ്പം ഈ സമയമായില്ലേ. ഫേസ് വാഷ് ചെയ്തു, തലയിൽ എണ്ണ തേച്ചു. ഞാനൊരു വീഡിയോ ഓൾറെഡി എടുത്തപ്പോഴത്തേനാണ് അതിനകത്ത് ഫോണിൽ മെമ്മറി ഫുൾ, അതുകൊണ്ടിട്ട് അത് കിട്ടിയില്ല. ഇതിപ്പോൾ 2ാമത്തെ വീഡിയോ എടുക്കുന്നത്. ഇതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുപ്പം നിർത്തും. പിള്ളേർ ഉറക്കം. ഇനി ബൈബിളൊന്ന് പഠിക്കുക, കുറച്ച് നേരം പിള്ളേരോട് പോയിക്കൊണ്ട് വാങ്ങണം. ഞാൻ ഇന്നലെ ഉറങ്ങിയത് 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഷോപ്പിൽ നിന്നൊക്കെ വന്നപ്പോഴത്തേന് 1 മണി അടുപ്പിച്ചിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഫോണിൽ കളിച്ച് കാശി നേരത്തെ കിടന്ന് ഉറങ്ങാനായിട്ട് കാശി ഉറങ്ങിയില്ല. അപ്പോൾ കാശിനോട് കുറേ നേരം കളിച്ചുണ്ടാക്കിയിരുന്ന് കാശി ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും 3 മണിയായപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത്. പിന്നെ 6 മണിയായപ്പോഴത്തേനും അമ്മ ഹോട്ടലിലേക്ക് പോയി. അമ്മ പോയ സമയത്ത് എണീറ്റാണ്, പിന്നെ ഉറങ്ങിയില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇല്ലേ. തലയിൽ എണ്ണ വെച്ചെങ്കിൽ വൈകുന്നേരം ആവും കുളിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇപ്പോഴും കുളിക്കും. ഭയങ്കര തണുപ്പ് ഇവിടെ. ചെറിയ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല തണുപ്പ്. അതുകൊണ്ട് ഇച്ചിരി വെയിലൊക്കെ വീണതിന് ശേഷം കുളിക്കാറുള്ളൂ. ഹീറ്റർ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അന്നേരം ഞാൻ കുളിക്കാറുള്ളൂ. പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് സെറ്റായതിനു ശേഷം കുളിക്കാറുള്ളൂ. രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിയില്ല. ഞാൻ ചിലപ്പം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു ടൈം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡൊക്കെ കഴിയാൻ കണക്കാം. അപ്പം ശരി, ഇനി ഞാൻ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കണം. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് നമുക്ക് പിള്ളേരൊക്കെ ഉണർന്നതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ ആണ്. ഇപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് 8 മണിക്കാണ്. ഇനി നമ്മൾ എത്ര മണിക്കാണ് വീഡിയോ എടുക്കുന്നതെന്ന് നേരം പറയാം. ഡേ ഇൻ മൈ ലൈഫ് വന്നിട്ട് വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി, സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊന്നും ഉണ്ടാവില്ല. എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതൊരു വൈകുന്നേരം ഒരു 6-7 മണി വരെ, 7 മണിക്ക് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഒരു പകുതിയോട് കൂട്ടിയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് വെക്കണം, വീഡിയോസൊക്കെ എടുത്ത് കവർ ചെയ്ത് വെക്കണം. December 1 എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ശരി, വെച്ചിരുന്ന് പഠിപ്പിച്ച് December 1 15 മിനിറ്റ് ആവാൻ പോണ്. അപ്പം ശരി, ഞാൻ ഇനി വേർപ്പിക്കുന്നില്ല. കാണാം. സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരിതാണ്. സ്നെയിൽസ് ലോൺ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു. ഞാൻ ഇതിപ്പോൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തു.
അതാട്ടോ പതുക്കെ സംസാരിക്കുന്നത്. കിടന്നുറങ്ങാൻ പോവുകയാണെങ്കിൽ അതിനാണ് ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. ഫേസ് വാഷ് ചെയ്തില്ല, ആ സോപ്പ് നന്നായിട്ട് ഡ്രൈ ആക്കും ഫേസ്. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നീർന്ന് 2 തൊട്ട് ഇന്ന് ഫേസ് വാഷ് ചെയ്തതുകൊണ്ടിട്ട് നിവ്യേൻ്റെ മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ. ഞാനിത് മേടിച്ചിട്ട് 3 മാസത്തോളം ആവുന്നു. ഇപ്പോഴും ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഞാൻ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, തീർന്നില്ല. ഇനി എന്താ പരിപാടി? ഞാൻ പറഞ്ഞ കണക്ക് പോയി റെസ്റ്റ് എടുക്കട്ടെ. കാര്യം രാത്രി ഉറങ്ങുന്ന ഒരു സമയമാട്ടോ. ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് വന്ന് കിടക്കുമ്പോഴത്തേനും ഒരു സമയമാവും. ക്ലോസ് ചെയ്തിട്ട് കിടക്കുന്നത് മാത്രമല്ല, ഇന്നലെ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ, ഇല്ലാന്നുണ്ടെങ്കിൽ നോട്ടീസ് ഇടാൻ പോകും രാത്രി. നട്ടപ്രാന്താണോ എന്ന് ചിന്തിക്കാം, ബട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ബലം ഉണ്ടാവുള്ളൂ. സോ കഷ്ടപ്പെടുന്നു. അപ്പം ശരി, ഞാൻ ഓക്കെ അല്ല അല്ലേ? എൻ്റെ ഫേസിൽ എന്തൊക്കെയോ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ഭയങ്കര എപ്പോഴും ഞാൻ വീഡിയോ എടുക്കും ഭയങ്കര പ്രസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഞാൻ ഇന്ന് ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം വെച്ചാൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഇത്രത്തോളം ഞാൻ ഇത്രയും ഒരു 1 മന്ത് അടുപ്പിച്ച് ബ്രേക്ക് എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളതാണ്. പിന്നെ ഞാൻ ഓക്കെ അല്ല, മെൻ്റലി ഞാൻ ഓക്കെ അല്ല, ഫിസിക്കലി ഓക്കെയാണ്, കുഴപ്പമില്ല. കാര്യം രണ്ടാമത് നോക്കണമല്ലോ. ഒരിടയ്ക്ക് വെച്ച് ഫിസിക്കലി ഓക്കെ അല്ലായിരുന്നു. കാര്യം ഫുഡൊന്നും കഴിക്കാണ്ടിട്ട് അത് സത്യം പറഞ്ഞാൽ ഒരു ദൈവം അവരെ ശിക്ഷിക്കാതിരിക്കട്ടെ, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. വേറെ ആരെയല്ല. ഞാൻ ഒന്നും പറയണ്ടെന്ന് ചിന്തിക്കും, ബട്ട് ഞാൻ പറഞ്ഞു പോവും. പിന്നെ അത് എനിക്ക് തന്നെ വരെയാവും, അതുകൊണ്ടിട്ടാണ് വേണ്ട. അപ്പം ശരി, കാണാം. അപ്പം നമ്മുടെ കുട്ടീസ് 2 ഉറക്കം. ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് ജലദോഷം എല്ലാവരുടെ അടുത്ത് പോയി കിടക്കണ്ടെന്ന് വിചാരിച്ച് രാവിലെ അമ്മ വിളക്കത്തിച്ചിട്ട് പോകണമെന്ന്. ഇവിടെ വിളക്കത്തിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് അണയ്ക്കാറില്ല, ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സമയം 9:50. രാവിലെ 6 മണിക്ക് കത്തിച്ച വിളക്ക് അണയ്ക്കാറില്ല. ഉച്ചയാകുമ്പോൾ ചില ദിവസങ്ങളാണെങ്കിൽ ചില ദിവസങ്ങൾ അണയ്ക്കില്ല. അണച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം കത്തിച്ചാൽ രാത്രി ഇരുന്ന് എരിഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ, നമുക്ക് ഇന്ന ജാതി ഇന്ന മതമൊന്നുമില്ല. കണ്ട, ഓൾറെഡി പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ ഇപ്പോൾ വരും, 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് അമ്മ വരും. പിന്നെ വന്നതിന് ശേഷം എന്താണ്, ശിവനെ അപ്പോഴത്തേന് ശിവ എണീക്കും. കാശി എണീക്കുമ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആവും. കാര്യം കാശി ഉറങ്ങിയ ഒരു സമയത്താണല്ലോ, അതുകൊണ്ടിട്ട്. അപ്പം നമ്മൾ ബെച്ച് ചെയ്യാൻ പോവാണേ. ഞങ്ങൾക്ക് ബെച്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ല. മമ്മി നോക്ക് കിടന്നു. ശിവ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുക. ശിവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവ ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വരുന്നുണ്ട്, അവനെ എടുക്കാൻ വേണ്ടിയിട്ട് കരയുക. ബ്രഷ് ചെയ്യുന്നില്ലേ? രണ്ടാളെയും കൂടെ ഭയങ്കര പാടാൻ മാനേജ് ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു. അമ്മയില്ല, രോഗിയില്ല, ആരും ഇല്ലാത്തതുകൊണ്ടിട്ട് രണ്ടാളെയും ഞാൻ തന്നെ നോക്കണം. കുറച്ച് മുമ്പ് അമ്മ വന്നായിരുന്നു. അമ്മ വന്നപ്പോൾ ഞാൻ ശിവ അന്നേരം ഉണർന്ന്. അപ്പം ശിവനെ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങി. അതുവരെ ഞാൻ ഉറങ്ങാതിരുന്നു. പിള്ളേരെങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ അലമ്പാകുമെന്ന് വെച്ചിട്ട് ഉറങ്ങാതിരുന്നതാണ്. എനിക്ക് ഭയങ്കര മടിയാണ് ബ്രഷ് ചെയ്യാൻ. കാശി നോക്ക്, ശിവയ്ക്ക് ഇതുവരെ ചോറ് കൊടുത്തില്ല. ശിവയ്ക്ക് 7 മാസമായി ചോറ് കൊടുത്തില്ല. കാര്യം
ചോറ് കൊടുക്കാനുള്ള സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നടന്നത്. അപ്പം ചോറ് കൊടുപ്പ് നടന്നില്ല, ചോറ് കൊടുപ്പ് നടന്നില്ല. പക്ഷെ ഞാൻ കുറുക്ക് അതൊക്കെ എടുക്കട്ടെ. കുറുക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. കുറുക്ക്, വെജിറ്റബിൾസ് പ്യൂരി ആക്കി കൊടുക്കും, ഫ്രൂട്ട്സ് പ്യൂരി ആക്കി കൊടുക്കും, ഓറഞ്ച് ഒക്കെ കൊടുക്കും. അങ്ങനെ എടുത്തിട്ട് വരുന്നു. എൻ്റെ പൊന്നോ, കുളിപ്പിക്കാൻ കിടത്തിയതാ കേട്ടോ. എടുത്തപ്പോൾ കരച്ചിലൊന്നുണ്ടോ? അങ്ങനെ ഒരാൾ മതിയായിരുന്നു, ചെന്നിൻ്റെ കേടായിരുന്നു. മുന്നേ ഞാൻ ഒരാളുടെ എൻ്റെ കൊച്ചിൻ്റെ കൈ മാത്രം നോക്കി, ഇപ്പം രണ്ടുപേരെ കാര്യം എൻ്റെ കയ്യിൽ നോക്കണം. സമയമില്ലിപ്പോൾ, തീരെ സമയമില്ല എനിക്കൊന്നിനും. അങ്ങനെ എന്താ പറഞ്ഞോണ്ടെന്ന് പ്യൂരിയൊക്കെ കൊടുക്കും, വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കൊടുക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ നിന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ആയത്. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്ത് ഭയങ്കര മെൻ്റലി ഭയങ്കര ഇതായിരുന്നു. ഇനി ഒരു കാര്യം കൊണ്ട് എനിക്ക് ഫേസ് ചെയ്യാനുള്ള ആ ഒരു മെൻ്റൽ പവറോ കാര്യങ്ങളോ എനിക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് എന്തും വരട്ടെ എന്നൊരു മൈൻഡായി. ഇപ്പം ഞാൻ എന്ത് ഫേസ് ചെയ്യും? സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഇൻസ്റ്റയിൽ ഒത്തിരി നാൾ കൂടിയിട്ട് ഇൻസ്റ്റയിൽ ഒരു മാസത്തിൽ കൂടുതലായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇന്ന് വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ചേച്ചി എന്താ വീഡിയോ ഇടാത്ത, ചേച്ചി എവിടെ കാണാനില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്താന്ന് പറഞ്ഞപ്പോൾ ചേച്ചിനെ ഇഷ്ടമുള്ളതുകൊണ്ടിട്ട് എല്ലാം മെസ്സേജ് ചെയ്യുന്നത്, ചേച്ചി റെസ്പോണ്ട് ചെയ്യാത്തത് വിഷമമാണെന്നൊക്കെ പറഞ്ഞു. കുറേ പേര് ഇത്രയും ആൾക്കാരൊക്കെ എനിക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് പറഞ്ഞത്. അങ്ങനെ എന്താ പറയുക, ബേബി അങ്ങനെ ഞാൻ ബേബിക്കുള്ള കുറുക്കാക്കി വെച്ച് എൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അമ്മ പോണതിന് മുമ്പ് പെട്ടെന്ന് ഇവനെ ഏൽപ്പിച്ചിട്ട് കൊടുത്തു. അമ്മ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ആൾ കരച്ചിൽ തുടങ്ങിയത്. കാശിക്കുട്ടിൻ്റെ ഹോട്ടലിൽ നിന്ന് പൊറോട്ട കൊണ്ടുവന്ന് കുഞ്ഞിനും ചെറിയ ജലദോഷം, എനിക്കും ജലദോഷമുണ്ട്. കാശിക്ക് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ട്. കാശി വലിയ വിഷയമില്ല, കാശി ഹോമിയോ ആയിരുന്നുകൊണ്ടിട്ടേ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ബേബിക്ക് എങ്ങനെ പനി വന്ന് ഒരു വട്ടം ഹോമിയോയിൽ കൊണ്ടുപോയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ പാരസെറ്റമോൾ സിറപ്പും നോസിൽ ഡ്രോപ്സും ഒക്കെയാണ് കൊടുക്കാറുള്ളത്. എന്ത് എടുക്കണമെന്ന് നോക്കുക. അത് ഇവന് കുറുക്ക് കൊടുത്തിട്ട് കാശിക്ക് ഫുഡ് കൊടുക്കാം. കാശിന് വിശന്നുകൊണ്ടിട്ടാണ് കൂടുതലും ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ചൂടാകാൻ വെച്ച് കുറുക്കാക്കി വെച്ച് ഞാൻ കണ്ണങ്കായ മേടിച്ചിട്ട് ഇവിടെ തന്നെ ഉണക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലല്ലായിരുന്നു, 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയായിരുന്നു. കണ്ണങ്കായ അല്ല, ഏത്തക്കായ. അത് മാത്രമേ ഞാൻ അന്നിട്ട് മറ്റേ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ മധുരക്കിഴങ്ങ്, അതൊക്കെ മേടിച്ച് ഉണക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പറ്റിയില്ല. ഇനിയിപ്പോൾ തണുപ്പായി, ഇനിയിപ്പോൾ ഉണക്കലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. വെയിലൊക്കെ ഭയങ്കര നന്നേ കുറവാണ്. ഉണങ്ങുന്ന കാര്യമൊക്കെ പാടാം, നോക്കട്ടെ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് മേടിച്ച് ഉണങ്ങാം. എല്ലാ ദിവസവും കുറുക്ക് ഇത് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ടൈം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കുറുക്ക് കൊടുക്കാൻ പോണത്. എന്താകുമോ എന്തോ. പ്യൂരി കൊടുക്കും, നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ സ്റ്റീം ചെയ്തിട്ട് അത് പ്യൂരിയാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ആഴ്ച തൊട്ടിട്ട് കറക്റ്റ് ഈ വീക്ക് തൊട്ടിട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പം ഈ മാസം, അതായത് ഡിസംബർ 16 ആകുമ്പോഴത്തേന് 7 മാസം കംപ്ലീറ്റ് ആവും. ഇനിയിപ്പോൾ 8ാം മാസത്തിൽ കൊടുക്കാൻ നടക്കും. 5, 6 നമ്മുടെ നാട്ടിലെ ആമ്പിള്ളേർക്ക് 5ാം മാസത്തിലാണ്. 5ാം മാസം 5 ആയില്ല എന്ന് പറഞ്ഞ് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നിരുന്ന അവസാനം 6 ആയി. അങ്ങനെ 6ാം മാസത്തിൽ കൊടുക്കാതിരുന്നപ്പോഴത്തേനാണ് ഇതൊക്കെ വന്നത്. പിന്നെ 7ാം മാസത്തിൽ കുട്ടികൾക്ക് ചോറ് കൊടുത്തുകൂടാ. 7 കഴിഞ്ഞ് 8 പിന്നെ കൊടുക്കാവുള്ളൂ. അതുകൊണ്ടിട്ട് പക്ഷെ വിശപ്പായി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. കുഞ്ഞുങ്ങൾക്ക് 6 മാസം തൊട്ടിട്ട് കൊടുക്കും എനിക്ക് തോന്നുന്നു. ഞാൻ കാശിക്ക് 7 മാസം കഴിഞ്ഞപ്പോഴട്ടോ കൊടുക്കാൻ തുടങ്ങിയത്. ഇനി വെച്ചോണ്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ചോറ് കൊടുക്കണം. അതിനിപ്പം ചടങ്ങിന് വേണ്ടിയിട്ട് ചോറ് കൊടുത്തില്ല, അല്ലാണ്ട് ചോറ് കൊടുക്കുന്നില്ല, കുറുക്കൊക്കെ കൊടുക്കുന്നില്ല. ചോറ് ചടങ്ങായിട്ടാണ് നടത്തണമെന്ന് ആഗ്രഹം. കാശിയുടെ ഏതൊക്കെ അമ്പലങ്ങളിൽ കൊണ്ടുപോയി നാട്ടിൽ പോകുമ്പോൾ എല്ലാ അമ്പലങ്ങളും ഇവനെയും കൊണ്ടുപോയി കൊടുക്കണം. അത് ഞാൻ ഇന്നെടുത്ത് നേർച്ച നിന്നിട്ടില്ല. എനിക്ക് പറ്റുന്ന സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പം നാട്ടിൽ ചോദിച്ചാൽ അപ്പോൾ ഇതിന് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ നാട്ടിൽ പോകുന്നത്. അന്നേരം കൊണ്ടുപോയി കൊടുക്കും. കേട്ടടാ മമ്മിയുടെ തങ്കോ വളർന്നല്ലേ? നിങ്ങൾ കുറേ നാളായി കാണുമല്ലോ കണ്ടിട്ട്. ഞങ്ങൾ വളർന്നു. കുറേ ഡ്രസ്സൊക്കെ മടക്കാനായിട്ട് ഞാൻ 2-3 ദിവസം കൊണ്ടിട്ട് ക്ലീനിങ് തുടങ്ങിയതാണ്. പക്ഷെ അവിടെ കിടക്കാണ്. കാര്യം ഇപ്പം നമ്മളത് അമ്മ 2 കൊണ്ടിട്ട് ഭയങ്കര പാടാതെ
ഇവിടെ കുറേ തുണി എടുപ്പുണ്ട്, അവിടെ കുറേ തുണി എടുപ്പുണ്ട്. എനിക്കൊരു അസുഖമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കബോർഡ് നല്ല വൃത്തിയായിട്ട് മടക്കിയൊക്കെ വെച്ചേക്കായിരിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചരിയും കൊണ്ട് അത് മൊത്തം വാരി ആക്കിയിട്ട് എനിക്ക് ആദ്യം തൊട്ടിട്ട് പിന്നെയും ഒതുക്കണം. പിള്ളേരുടെ ഒരു സെക്ഷൻ, എൻ്റെ ഒരു സെക്ഷൻ, ഗോകുലിൻ്റെ ഒരു സെക്ഷൻ, അങ്ങനെയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇപ്പം ശിവയുടേത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഞാൻ ഒറ്റയടിക്ക് ചെയ്യത്തുമില്ല. ഞാൻ ഇത് എപ്പോൾ ചെയ്യാൻ തുടങ്ങിയാലും കണക്കാണ്. കുറച്ച് അവിടെ ഇടും, ഒരു ദിവസം എടുക്കും, പിന്നെ 2 ദിവസം എടുക്കും, എന്നിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും പിന്നെ അത് തന്നെ സ്ഥിരമുള്ള പരിപാടിയാണ്. ശിവ നൈസായിട്ടോടെ തോന്നി എന്തോ എടുത്ത് വരുന്നുണ്ടല്ലോ. ടിഷ്യൂ പേപ്പർ അവനൊരു മീനുണ്ട്, അത് വെച്ച് കളിച്ചോളും. അപ്പം ഞാൻ വന്നപ്പോഴത്തേന് ബെഡ്ഷീറ്റെല്ലാം ഇങ്ങനെ നടക്കുന്നു. ഞാൻ സാധാരണ ഉറക്കമുണ്ടെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ മറച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബെഡ് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു എനർജി കിട്ടും. അത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ എനിക്ക് ബെഡൊന്നും ഒഴുകലൊന്നും നടക്കുന്നുള്ള കാര്യമില്ല. ലാസ്റ്റ് ഞാൻ ചിലപ്പോൾ ആയിരിക്കുമ്പോൾ ആലോചിക്കും, 2 വരെ കൂടെ എനിക്ക് പ്രാന്തെടുക്കും. അപ്പം ഞാൻ ആലോചിക്കും പിന്നെ കുക്ക് ചെയ്യണ്ട, അതിൻ്റെ വലിയൊരു ഉപകാരം. ചില ദിവസങ്ങളിൽ അമ്മ ചോറാക്കി വെച്ചിട്ട് പോകും, കറി മാത്രം ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് വരും. ഞാനിപ്പം നോയമ്പ് കൂടെ ആയതുകൊണ്ട് വെജാണ് ഞാൻ കഴിക്കുന്നത്. കാശിക്ക് പിന്നെ നോൺ വെജും വേണ്ട വെജും വേണ്ട, അങ്ങനത്തെ അവസ്ഥയിലാണ്. ഇന്നിപ്പോൾ അവന് പൊറോട്ട കൊണ്ടുവന്നു. സാധാരണ ഞാൻ കാശിക്ക് പൊറോട്ട കൊടുക്കാറില്ല. ഈ ഫസ്റ്റ് പൊറോട്ട കൊടുക്കുന്നത് ഇന്നലെ ഗോകുൽ കഴിച്ചുകൊണ്ട് വരാമെന്ന് കുറച്ച് വെച്ച് കൊടുത്ത്. ഇന്ന് മേ ബി എന്തെങ്കിലും ആരെങ്കിലും ഓർഡർ ചെയ്തിട്ട് പാഴ്സലെടുത്ത് വെച്ചിരുന്നാൽ അധികം വന്നാണോ, അതാണ് പൊറോട്ട ഉള്ളത്. ഇല്ലെങ്കിൽ പൊറോട്ട എങ്ങനെ കൊണ്ടുവരാറില്ല, കാര്യം കൊടുക്കാറില്ല അവന്. അപ്പുറത്തെ റൂമിലേക്ക് അവനെ ഇപ്പോൾ എടുത്തിട്ട് വരട്ടെ. കാശിക്ക് കഴിക്കുന്ന പൊറോട്ടയും കടലക്കറി എടുത്തിട്ടാവുന്നത്. അയ്യോ ശിവ ഇനി പങ്കായി. ശിവയ്ക്ക് ഫുഡ് ശിവ ഉറക്കുന്നവർ ശിവ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു, ഇപ്പൊ അഡ്ജസ്റ്റ് ആയി. ചേട്ടൻ എന്താ ചെയ്യാ? ആശി തുപ്പരുത്. ആശിക്ക് ഒരു വക വേണ്ട, ആശിക്ക് പോലെ കാണണം. കാശിക്ക് അത് 10 kgs ഉള്ളൂ. ഇപ്പോൾ ഒരു വക കഴിക്കത്തില്ല. കാശിക്ക് ഫുഡെന്ന് പറയുന്ന സാധനം കാശിക്ക് വേണ്ട. കുറെ ഫ്രഞ്ച് ഫ്രൈസോ നഗറ്റ്സോ അങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ കാശി ഓക്കെയാ. ഞങ്ങൾക്ക് ഫുഡ് വേണം, അതിന് വേണ്ടിയിട്ടാ. എന്തുവാ കാശി കാണിക്കുന്നേ? കാശിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രാന്തെടുക്കും. ഞാനീ പറഞ്ഞ മുന്നേ ആയതുകൊണ്ട് എനിക്ക് കാശിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ. അന്നേരം ഇവിടെ വന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാര്യം അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അമ്മ ഈ രാത്രിയിൽ എന്തെങ്കിലും പിരിവിന് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പരിസര പൈസ മേടിക്കാനൊക്കെ പോകുമ്പോൾ കാശിനെ കൊണ്ടുപോകും. അപ്പം ശിവയായിരിക്കും നോക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ശിവനെ ഫുൾ ടൈം അമ്മ നോക്കും. അങ്ങനെയായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അമ്മ അങ്ങ് രാവിലെ പോകും. രാവിലെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വരും. എന്തെങ്കിലും കൊടുത്തിട്ട് ചിലപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യും. കാശ് ഉറങ്ങുന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒതുക്കി വെച്ചിട്ട് നമ്മൾ അവർ നേരെ പഠിച്ചിരിക്കുന്നു. കൊടുക്കട്ടെ, നമ്മുടെ ടൈം ഒരുപാടാവും. പ്രത്യേകിച്ചൊന്നുമില്ല, ഇവന് ഫുഡ് കൊടുക്കുക അത്ര തന്നെ. എനിക്ക് പുറത്തോട്ട് കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ ഇവനെ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഗുഡ് ബോയ്. ശരി, കാശി ഫുഡ് കഴിച്ചില്ല. എനിക്കറിയാം ശിവയ്ക്ക് കുറുക്കാക്കിയത് പക്ഷെ കുറച്ച് കട്ടയായിപ്പോയി. നമ്മളെ ഹൽവ കൺസിസ്റ്റൻസിയിലായിപ്പോയി. കാര്യം ഞാൻ നെയ്യ് ചേർത്തിട്ടാ കുറുക്കിയത്. ഞങ്ങളൊന്ന് എടുത്താൽ മതി, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അങ്ങനെ കാശി കഴിക്കാതെ തന്നെ കാശിക്ക്
പോയി നഗ്ഗറ്റ്സ് ആക്കി വെച്ച്. ഇതാണ് ഇതിൻ്റെ അകത്തൊന്നും വരുന്നില്ല, ഭയങ്കര നല്ല തിക്കായിപ്പോയി, കറക്റ്റ് ഹൽവയുടെ പോലെ ആയി. ഞാനങ്ങനെ കുറുക്കൊന്നും ആക്കിയിട്ടില്ല. നാട്ടിലാകുമ്പോൾ ശരണീച്ചയാ, എൻ്റെ നാത്തൂരുണ്ട്, ചേച്ചിയാ ചെയ്തു തരുന്നത്. കാശിക്ക് വേണ്ടിയിട്ട് കുറുക്കൊക്കെ ചെയ്തു തരുന്നത്. കാശിനൊരു കറക്റ്റ് 1 year വരെ കുറുക്ക് അങ്ങനെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ചോറ്, ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായോ? വയറ് നിറച്ച് കൊടുത്തതിന് ശേഷം കാശിക്കോളം നഗറ്റ്സ് കൂടെ കൊടുത്ത് ശിവനെ കുളിപ്പിച്ച് പാല് കൊടുത്തങ്ങ് ഉറക്കും. പിന്നെ കുറച്ച് നേരം ഞാനും കാശി മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഇവ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. അതുവരെ കാശിക്ക് ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കും, പിന്നെ കാശിനെ കുളിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോണത്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് അമ്മയോ ഗോകുലോ ആരെങ്കിലും വരും. അവർ വരുമ്പോൾ ഞാൻ പിന്നെ പോയി കുളിച്ച് റെഡിയാ. അപ്പോഴേ എൻ്റെ കുളിയൊക്കെ നടക്കുള്ളൂ. രാവിലെ എണ്ണ തേച്ച് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് അവരാരെങ്കിലും വരും. അവർ വരുമ്പോൾ ചെയ്യും. പിന്നെ ഒരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാനോ ഹോട്ടലിലോട്ട് അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൻ്റെ അടുത്തോട്ട് പോകും. രണ്ടും അടുത്തടുത്ത് ആയതുകൊണ്ടിട്ട് വലിയ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കയറാം. ഇവന്മാർ കരച്ചിലും ബഹളം ഇല്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കരച്ചിലും ബഹളം ആകുമ്പോഴേ ഉള്ളൂ എനിക്കും കൂടെ തലവേദന എടുക്കും. എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളായെന്ന് തോന്നുന്നു. അപ്പം കാശിക്ക് ഞാൻ നഗ്ഗറ്റ്സ് ആക്കി. ഇത് കഴിച്ചോളൂ, ഇതൊക്കെ ഇഷ്ടമാണ്. കാശി വെളിയിൽ കൊണ്ടുവച്ച് കൊടുക്കട്ടെ. അപ്പം ഈ ശിവ കുളിക്കാൻ പോവാണേ. അല്ലേ ശിവനെ കുളിപ്പിക്കുന്നത് 40 തൈലം വെച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. തേച്ച് കൊടുക്കും, തേച്ചിട്ട് കുറച്ച് നേരം കിടത്തും. അതിനുശേഷം പിന്നെ വാഷ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ സെബാമെഡിൻ്റെ സോപ്പ്, ഷാമ്പൂ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് ഇതാണ്, സോഫ്റ്റ് സെൻസിൻ്റെ ആയിരുന്നു. ഇനി അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പം മേടിച്ച് കൊടുത്തു വിടാൻ പറയണം. അപ്പം ഞാൻ ഇവരെ കുളിപ്പിക്കട്ടെ, എന്നിട്ട് കാണാം. അയ്യോ ഈ വയ്യ, പനിയുടെ ചെറിയൊരു മന്ദത. ഇവനെ കുളിപ്പിച്ച് സെറ്റാക്കി കിടത്തി ഉറക്കണം. ഫുഡ് കഴിച്ച് വയറാതിരിക്കാം. ഇനിയിപ്പോൾ കിടത്തി ഉറക്കിയിട്ട് കാശിനെ കുളിപ്പിക്കണം. പിന്നെ എനിക്ക് കുളിക്കണം. റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാശിയുടെ പാൻറ്റ് ഈ സെറ്റ് ഉണ്ട്, അത് ഇരിക്കുന്നിടം മറ്റേ ലെതറാണ്. ഇരിക്കുന്നിടം അതിങ്ങനെ പൊഴിഞ്ഞ് കയ്യിലെല്ലാം പറ്റിക്കൊണ്ടിരിക്കുക. അതങ്ങനെ കിടക്കുന്നത്. സംഭവം പുതിയതാണ്, പക്ഷേ പൊഴിഞ്ഞു പോണ്. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. കൊണ്ടൊന്ന് 2 തൊട്ടിട്ട് പൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഒരുമാതിരി ചൊറി പിടിച്ചാണ് ഇരിക്കുന്നത് കാണാൻ. അയ്യോ ശരി, അപ്പോൾ കാണാം. അപ്പം ശിവേനെ കിടത്തി ഉറക്കി, കുളിപ്പിച്ച് കിടത്തി ഉറക്കി. ഇനിയിപ്പം കാശിനെ കുളിപ്പിച്ചവിടെ കൊണ്ട് ഇരുത്തി. എനിക്കെന്താണെന്ന് വെച്ചാൽ കുളിക്കണം. ഞാൻ ഇന്ന് രാവിലെ ഓർത്തില്ല ജലദോഷമുള്ള കാര്യം. രാവിലെ തലയിൽ എണ്ണ വെച്ച്, സോ തല നനയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. തല നനച്ചിട്ട് ഇനി എന്താവുള്ളൂ. ഫോണിൽ ചാർജ് തീരാറായി. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാം. ഇവക്കെന്നെ ഉറങ്ങിയ കൊള്ളാം, നല്ല ക്ഷീണം. കാശി അംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ശിവ ഉറക്കം എണീറ്റും. അതല്ലെങ്കിലും അങ്ങനെ തന്നെ കുറച്ച് നേരത്തെ പൂച്ച ഉറക്കമാണ്. ഞാനിങ്ങനെ എടുത്തോടെ കൊണ്ട് നിർത്തി. അവനെ ഗൂഗു വന്ന് അവ പോവും. അതിനുമ്പ് ഞാൻ റെഡി ആയിട്ട് ആടാ വരുന്ന്. പിള്ളേരെന്തോ ചെയ്യുന്നു? പിള്ളേർ രണ്ടും കൂടെ വന്ന് കളിക്കുന്നതിന് ഒരാവശ്യമില്ല. ഞാൻ തലയിൽ എണ്ണ വായ്പത്തുണ്ട്, അല്ലെങ്കിൽ തല ഒളിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, നീ പറഞ്ഞ കണക്ക് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. അതൊക്കെ മടക്കി വെക്കണം.
കുറേ കിടപ്പുണ്ട്. അത് കാശിയുടെ എല്ലാം താഴെ വാരിയിട്ട് ശിവയുടെ മുകളിൽ വെച്ച് എനിക്ക് ഒതുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചത് അങ്ങനെ. അയ്യോ, നമ്മുടെ ഡേ സ്റ്റാർട്ട് ഇന്ന് തൊട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എത്രത്തോളം പോസിബിൾ ആവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, അതേ പറയാൻ പറ്റൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുള്ളതുകൊണ്ടിട്ട് അംഗമാണ്. കണ്ടു കാണുമല്ലോ, കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ചില സമയത്ത് തോന്നുന്നു നാട്ടിലങ്ങ് പോയാൽ മതിയെന്ന് തോന്നും. നാട്ടിലാകുമ്പോഴത്തേനും മാറി എടുക്കാനൊക്കെ ആളുണ്ടല്ലോ. അമ്മാമ്മ, ശരണേച്ചി, ദേവി എല്ലാവരും ഉള്ളത് കൊണ്ടിട്ട് വലിയ വിഷയം വരുമല്ലോ. പക്ഷേ ആ പോവില്ല. അയ്യപ്പാ, പിള്ളേരെ സെറ്റാക്കിയിട്ട് കാണാം. ശിവ ബഹളം തുടങ്ങി. ശിവയ്ക്ക് പാല് കുടിക്കാൻ വേണ്ടി പാലൊക്കെ കൊടുത്ത് സെറ്റാക്കട്ടെ. ഫോണിൽ ചാർജും ഇല്ല, ഇത്തിരിയും കുത്തിരിയും കൂടെ വേണം. വൈകുന്നേരം ഇപ്പം ഗോകു ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അമ്മ വരും. 10% ആയി ചാർജ്. അമ്മ വരും. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാനങ്ങ് ഷോപ്പിലോട്ട് പോകും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ. ഞാൻ ഫുൾ എടുക്കുന്നില്ല, കാര്യം ഇന്നോട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനൊരു സമയം. അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് പുതിയൊരു വ്ളോഗായിട്ട് കാണാം. എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. കാര്യം പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡെയിലി പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാം. നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം ശരി, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഗോകു ഒരു ഹായ്. ഗോകു പോകാൻ പോവാ. ഹായ്. ഹായ്. കാശി ഇങ്ങ് വാ. അപ്പം ശരി.